പാർട്ടി ബന്ധമുള്ളവരെ പ്ലീഡർമാരും പ്രോസിക്യൂട്ടർമാരുമായി പരിഗണിക്കണമെന്ന ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആവശ്യത്തിന് പുല്ലുവില. ഇതിനെ മറികടന്നാണ് പാർട്ടി ബന്ധം ഇല്ലെന്നാരോപിക്കുന്ന KB പ്രദീപിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചത്. പാർട്ടി ബന്ധമുള്ളവരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 9-ാം തീയതി കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ച കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, സാധാരണ നിലയിൽ സർക്കാരുകൾ മാറുമ്പോൾ രാഷ്ട്രീയമായി അവരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണല്ലോ. ഇപ്പോൾ LDFന്റെ കാലത്താണെങ്കിലും അങ്ങനെയാണ്. അതല്ല, കേന്ദ്രത്തിൽ BJP വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെയാണല്ലോ സാധാരണ തീരുമാനങ്ങൾ എടുക്കുക. ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഇതിനനുസരിച്ചല്ലേ വ്യത്യസ്തമായാണ് കാര്യങ്ങൾ നടന്നത് എന്നൊരു അഭിപ്രായം ഈ സംഘടനയ്ക്കുണ്ടോ? ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ ലോയേഴ്സ് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു കത്ത് പാർട്ടി നേതൃത്വത്തിന് നൽകിയത്. അതായത് ഈ നിയമനങ്ങൾ നടക്കുമ്പോൾ ലോ ഓഫീസേഴ്സ്, അതോടൊപ്പം തന്നെ ആ ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ പാർട്ടി ബന്ധമുള്ള കഴിവുള്ള ആളുകളെ നിശ്ചയിക്കണം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കത്ത് കൊടുത്തിരിക്കുന്നത്. PK അബ്ദുൾ റഹ്മാനാണ്, സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ. അവരാണ് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്ത് നൽകിയത് 9/6-നാണ്. പക്ഷേ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ വരുന്നു. ആ നിയമനങ്ങൾ വരുമ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങൾ കൂടി, അതായത് KB പ്രദീപിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത്. നമ്മളെന്തായാലും ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹികളുമായി സംസാരിച്ചു. അപ്പോൾ പറയുന്നത് പാർട്ടി ബന്ധമുള്ള ആളാണെന്ന് ഈ KB പ്രദീപിനെ പറയാൻ കഴിയില്ല, പാർട്ടി ബന്ധമുള്ള ആളല്ല എന്ന കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കത്ത് നൽകിയെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അവരുടെ ഒരു വികാരമായി പൊതുവെ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ പല ആളുകളുടെ കൺസിഡറേഷനിലൂടെയും അതോടൊപ്പം തന്നെ വ്യക്തി താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പല നിയമനങ്ങളും നടക്കാറുണ്ട്. അതിലൊരു ജാഗ്രത വേണമെന്നതാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പ്രധാനമായും ഈ കത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ അംഗങ്ങൾ, പ്രധാനപ്പെട്ട ആളുകൾ, അവരെ ഉൾപ്പെടെ അതിൽ കഴിവുള്ള ആളുകളെ നിയമിക്കണം. അത് നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ വിവിധ സംഘടനകൾ അല്ലെങ്കിൽ വിവിധ പാർട്ടികൾ അധികാരത്തിലെത്തുമ്പോൾ അതാത് ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. പലപ്പോഴും അത് വിവാദമായിട്ടുമുണ്ട്. മുൻപ് ഇത്തരത്തിൽ പാർട്ടി ബന്ധമില്ലാത്ത പലരെയും വയ്ക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലുമൊക്കെ വിവാദമായിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് ചർച്ചയാവാൻ കാരണമെന്ന് പറയുന്നത് KB പ്രദീപിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ രാജിയിൽ അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ച് മുന്നോട്ട് നീങ്ങിയ ഘട്ടം, അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കത്ത് പ്രസക്തമാകുന്നത്. ആ കത്ത് 9/6-ന് നൽകിയ കത്താണ്. ആ കത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ കത്തിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ കുറെ കൂടി ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നടപടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ആദ്യകാലത്തും ഈ പ്ലീഡർമാർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് ഓർമ്മ വരുന്നത് റവന്യൂ വകുപ്പിന്റെ പ്ലീഡറായിരുന്ന സുശീല ഭട്ട് നല്ല നിലയിൽ ഹാരിസൺ മലയാളം ഗ്രൂപ്പിന്റെയൊക്കെ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിക്കാൻ നല്ല നിലയിൽ ഇടപെട്ട, റവന്യൂ കേസുകൾ നന്നായി നടത്തിയ സുശീല ഭട്ടിനെ ഒഴിവാക്കി CPIക്ക് താല്പര്യമുള്ള മറ്റു അഭിഭാഷകരെയാണ് നിയോഗിച്ചത്. വലിയ വിവാദമെന്നായതാണ്. പിന്നീട് ഹാരിസൺ കേസുകളിലൊക്കെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ഭൂമിയൊന്നും കാര്യമായി തിരികെ പിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ഇങ്ങനെ വിവാദങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. പരസ്യമായി ഏതെങ്കിലും തരത്തിലൊരു നിലപാട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭാരവാഹികളെ ഫോണിൽ സംസാരിച്ചു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പങ്കുവച്ച കാര്യങ്ങൾ കൂടിയാണിത്. പരസ്യ പ്രതികരണം തരത്തിലേക്ക് ഈ ഘട്ടത്തിൽ അവർ വന്നിട്ടില്ല. നേരത്തെ രതീഷ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. അതായത് മുൻപും ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുൻപ് ഈ കേന്ദ്ര സർക്കാരിന്റെ കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട്, സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ടടക്കം വലിയ തോതിലുള്ള ചർച്ചയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു. അത്തരം പല പരിഗണനാ പട്ടികയിൽ ഇല്ലാത്തവർക്ക് ഏറെ കൂടി, അതോടൊപ്പം തന്നെ അതില്ലാത്തവർ പുറത്തു വന്നു എന്നടക്കമുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ അടക്കം നിലനിൽക്കുന്ന ഒരു ഘടകമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സംബന്ധിച്ചുള്ള കത്ത് പ്രസക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് KB പ്രദീപുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുത്ത ഘട്ടത്തിലാണ്. അതായത് ലോയേഴ്സ് കോൺഗ്രസ് ഒരു കത്ത് നൽകുന്നു. അതിൽ പാർട്ടി ബന്ധമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ നിയമിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രത വേണം. കാരണം ഇപ്പോൾ ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായിരുന്നല്ലോ അഡ്വക്കേറ്റ് KB പ്രദീപ്. പക്ഷേ വലിയ വിവാദം വന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ രാജിയും സംഭവിച്ചിരിക്കുകയാണ്. രാജിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ്? തീർച്ചയായും. അതായത് ഇത് കൈപൊള്ളി എന്ന് മനസ്സിലായതോടുകൂടിയാണ്, അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് മനസ്സിലായതോടുകൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാജി ആവശ്യപ്പെടുകയും ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ രാജിവെക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF അതിശക്തമായി ഉയർത്തിയതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ശക്തമായി ഉയർത്തിയപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്തപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനെ ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ അഭിഭാഷകനായി നിശ്ചയിക്കുന്നു. അത് ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. മാത്രമല്ല, ഈ KB പ്രദീപ് കോടതിക്കകത്തും
പുറത്തും ശക്തമായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദഗതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതായത് 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ചെമ്പ് പാളികളാണ്, കോപ്പർ പ്ലേറ്റ് ആണ് എന്ന കാര്യമാണ് തന്റെ കക്ഷിക്ക് വേണ്ടി അദ്ദേഹം പുറത്തു പറഞ്ഞത്. പക്ഷേ പ്രോസിക്യൂഷൻ കേസ് എന്താണ്? ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ച് കവർച്ച നടത്തി എന്നതാണ് കേസ്. മാത്രമല്ല അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ ജംഷഡ്പൂർ ലാബിലെ റിപ്പോർട്ട് അടക്കം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെ കേസ് പോവുകയാണ്. മാത്രമല്ല തുടർ പരിശോധനകൾക്കും ഹൈക്കോടതി അനുമതി നൽകി. 18 വീണ്ടും കോടതിയിലേക്ക് കേസ് എത്തുന്നു. കൂടാതെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോകുന്നു, നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ വിവാദം തൽക്കാലത്തേക്ക് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതൊരു നിർണായക കേസാണ്. ആ കേസിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ആ തുടർ നടപടികളിൽ സർക്കാരിനോ പ്രോസിക്യൂഷനോ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ടാൽ സ്വാഭാവികമായിട്ടും ഈ നിയമന വിവാദം അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ സർക്കാരിന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടതായിട്ട് വരും. അത് തങ്ങൾ ഏത് വിഷയമാണോ അതിശക്തമായി ഉയർത്തിയത് ആ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം സർക്കാരിന് മുന്നിൽ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെയുള്ള ആളുകളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഉന്നയിക്കും. അപ്പോൾ സർക്കാരിന് മറുപടി പറയേണ്ട ഒരു വിഷയമായി ഇത് തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിർണായക കേസാണ്. കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. അതിന്റെ ഒരു അന്തിമ തീർപ്പിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നു എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിക്കകത്തും അടക്കം ശക്തമായിട്ടുള്ള വിഷയമായി ഇനിയും ഉയർന്നു വരാം. UDF-ഉം അതോടൊപ്പം തന്നെ പാർട്ടി സർക്കാർ ഏകോപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്നെത്താം. നിലവിൽ KPCC പ്രസിഡന്റ് മന്ത്രിയാണ് പാർട്ടിയെ നയിക്കാൻ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള പുതിയ KPCC അധ്യക്ഷനെ വളരെ വേഗത്തിൽ നിശ്ചയിക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇപ്പോൾ നേരത്തെ പല പേരുകൾ കേട്ടതാണ്. ബെന്നി ബെഹന്നാന്റെ പേര്, കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര്, കഴിഞ്ഞ ദിവസം VS ശിവകുമാറിന്റെ പേര്, അങ്ങനെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു എന്നല്ലാതെ ആരിലേക്ക് ഈ അധ്യക്ഷ പദവി എത്തുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. സ്വാഭാവികമായും ഇത്തരം വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി പാർട്ടിയിൽ സർക്കാരിൽ ഏകോപനത്തിലുള്ള പുതിയ ക്രമീകരണങ്ങൾ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് രാഗൻ റിപ്പോർട്ട് ചെയ്യുന്നത്.